ഒന്ന് ക്ലിപ്പ് ഉണ്ടാക്കണ മുറിച്ചിട്ട് വിടും ക്ലിപ്പ്. ഇപ്പൊ ഈ ഹദീത്ത് പറഞ്ഞ അവിടെ മുറിച്ചിട്ടിട്ട് എന്തേരും തിന്മ ചെയ്തോളി എന്നതാ പറയുന്നേ എന്നാണ് പറയില്ലേ. റബീഉൽ അവ്വലിന്റെ വിഷയം വരുമ്പോഴേ ഒരു ക്ലിപ്പ് ഇടക്കിടക്ക് വരും. എന്താ, പുണ്യനിബിതങ്ങളും സഹാബികളും ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്, അവിടെ മുറിച്ചിട്ട് കണ്ടില്ലേ ചെയ്യാത്ത ചെയ്യണം. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ, നബിതങ്ങളോ സഹാബികളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു വിഷയം പാടില്ല എന്നാവുന്നില്ല. ഇതാണ് ഞാൻ അവിടെ സമർത്ഥിക്കുന്നത്. അപ്പൊ നമ്മളൊരു മുണ്ടേരിക്കാരൻ ചങ്ങായിണ്ട്, വനിതാ പരിപാടി മുറിച്ചുണ്ടാക്കുക. അവൻ അവിടെ മുറിച്ചിട്ട് ഇതാ ഉസ്താദ് തന്നെ പറയുന്നു സഹാബികളും നബിതങ്ങളും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്യണത് എന്ന്. ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കാൻ പോലും അവരും തയ്യാറല്ല, കേൾപ്പിക്കാനും തയ്യാറല്ല. എന്തിനാ പിന്നെ നമ്മൾ പറയുന്നത്, എന്തിനാ അവരെടുക്കണത്? അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നതൊക്കെ അവർ എടുക്കുന്നുണ്ട്. നമ്മൾ പറയാം അവർക്ക് പിടിക്കാത്തത് മാത്രം വരുമ്പോൾ നന്നായിട്ട് ചവിട്ടി തേക്കുന്നുണ്ട്. ഒറ്റ കാര്യം, ഒന്നുകിൽ നിങ്ങൾ മുഴുവൻ കേൾക്കുക, ഇല്ലെങ്കിൽ എന്നെ തീരെ കേൾക്കണ്ട. വേണ്ടത് ആവശ്യത്തിന് മാത്രം കേൾക്കുക, ബാക്കി ഒഴിവാക്കുക. ആളുകൾക്ക് സത്യം കേൾക്കാൻ അവകാശമല്ലേ. റബീഉൽ അവ്വൽ വന്ന അപ്പം വിടും ഈ ഒരു ക്ലിപ്പ്. നബി സഹാബികളോ താബിഈങ്ങളോ ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്, എന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇത് ബിദ്അത്ത് എന്ന് പറയാൻ പാടില്ല എന്നാ ഞാൻ പറയാൻ പോണത്. അവിടെ നിർത്തും. ചെയ്തിട്ടില്ല എന്ന് ശരി തന്നെയാണ്, കണ്ടില്ലേ ഞങ്ങൾ പറയണതാണ് പറയണത്, എന്നിട്ട് ഫിത്ന ഉണ്ടാക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു തആല വിചാരിക്കണ നേരത്തെ തന്നെയല്ലേ കിട്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക്